ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫാരീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പനീർ മസാലയുടെ റെസിപ്പിയാണ്. നമ്മുടെ സെലിബ്രിറ്റിയായ അമിത ജോബിൻ ഇൻസ്പയർഡ് പനീർ മസാല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം പനീറാണ് എടുക്കുന്നത്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ ഈ പനീർ മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു ബ്ലോക്ക് പനീർ എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാംസ് ഉണ്ടാകും. അത് നമ്മൾ ചൂട് വെള്ളത്തിലോട്ട് വെച്ച് കുറച്ച് ഉപ്പും ഇട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ തന്നെ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ നിന്ന്, കാര്യം നമ്മൾ തണുത്തിരിക്കുന്ന പനീറായിരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അത് നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനായിട്ട് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയിലോട്ട് സവാള കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഒരു 250 ഗ്രാം വരെ ഉള്ള പനീറിന് ഒരു സവാള മതിയാകും. ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അത് ഒന്ന് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആവശ്യത്തിന് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് എടുക്കാൻ വേണമെങ്കിൽ, കണക്കൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇടുക. എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതൊരു ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒന്ന് സോട്ട് ആയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. നമ്മൾ ഒരു കൈ പിടിയോളം ഞാൻ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് നേരത്തെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അത് ഒരു സൈഡിൽ ഇരുന്നോട്ടെ. ഇനി കസൂരി മേത്തി അത് കുറച്ച് നമ്മൾ കയ്യിലെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മസാല പിടിക്കുന്ന രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് ആ ഉള്ളി കിടന്ന്, അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ അങ്ങ് മാറി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതും ഇതിലിട്ടൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഗരം മസാലയും വേണം, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക. ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കി ഉള്ളിയിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഒരു തക്കാളി വേണം. അപ്പോൾ തക്കാളി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. അതവിടെ സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് സോട്ടായി വന്നതിന് ശേഷം മസാല നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ ഞാൻ കാഷ്യൂനട്ടും അടിക്കുന്നുണ്ട്. അതും അടിച്ച് അവിടെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടൊമാറ്റോ നല്ലതുപോലെ സ്മാഷ് ചെയ്ത് അതൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിലായതിന് ശേഷം നമ്മൾ മസാല എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് അതും ആ പേസ്റ്റ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറും വെള്ളമല്ല, ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളമാണ്. നമ്മൾ അതൊന്ന് കഴുകി ഒഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. അതിന് നല്ലതുപോലെ നമുക്കൊന്ന് ഇതെടുക്കാം. അപ്പം കുറച്ചൊരു തിക്നെസ് ഉണ്ട്, കുറച്ചല്ല, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. ഇത് ഇപ്പോൾ നല്ലൊരു കട്ടി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ലൂസ് ആക്കണമെന്നുണ്ട്. അല്ല ലൂസ് വേണ്ട, ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇത് മതി. കുറച്ചൊരു ചൂടുവെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഇനി നമ്മൾ കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മിൽക്കും കൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ ക്രീമി കൺസിസ്റ്റൻസിയിൽ കുറച്ചും കൂടെ വരും. കുറച്ചുകൂടെ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പനീർ ചെറിയ ക്യൂബ്സായിട്ട്
നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ കട്ട് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ പനീർ ഓൾറെഡി കുക്കായതാണ്, അപ്പോൾ അതുകൊണ്ട് അധികം നേരം അതിൽ ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മസാലയിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് അത് മസാല പിടിച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മളത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കൂടുതൽ ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ അതത്ര ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് ആണ് ഞാൻ ഈ പാൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും നമ്മൾ ആ പനീർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മതിയായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് കുറുകി വരണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഇട്ടാൽ മതി. ഇത് അല്ലെങ്കിൽ കുറച്ച് നേരം അടച്ച് വെച്ചാൽ തന്നെ ഇത് ഓൾറെഡി കുറുകി വരും. അപ്പോൾ നമ്മളെ പനീർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ ക്രീമി ടേസ്റ്റിൽ, എന്നാൽ ഒരുപാട് എരിവും ഒന്നും ഇല്ലാത്തപ്പോൾ ഒരു പനീർ ഞാനിങ്ങനെ എടുത്ത് ഒന്ന് നോക്കി. അപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ചേട്ടന് കഴിക്കാനായിട്ട് കൊടുത്തു, ഒന്ന് കാണിക്കാനൊക്കെ പറഞ്ഞു. കഴിച്ചിട്ട് ഇങ്ങനെ നോക്കാം. നല്ല ഇഷ്ടമായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പനീർ എടുത്ത് ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.